ഹലോ ഫ്രണ്ട്സ്, എക്സാം ചേസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ ബസന്ത് മേരെ ഗാവ് കാ എന്ന പാഠഭാഗമാണ്. ഹിന്ദിയിലെ ആധുനിക കഥാകാരന്മാരിൽ പ്രമുഖനായ മുകേഷ് നൗഡിയാലാണ് ഈ ലേഖനത്തിൻ്റെ രചയിതാവ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. വർഷങ്ങളായി തൻ്റെ നാടായ ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന വസന്തകാല ഉത്സവത്തെക്കുറിച്ചും ഋതുഭേദങ്ങൾക്കനുസരിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബസന്ത് മേരെ ഗാവ് കാ, എൻ്റെ ഗ്രാമത്തിലെ വസന്തം. मकर संक्रांति के बाद सूरज पंचांचूली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. മകരസംക്രാന്തി കഴിഞ്ഞ് സൂര്യൻ പഞ്ചാഞ്ചൂലിയുടെ കൊടുമുടികളിൽ നിന്ന് ചൗഖംബ പർവ്വതത്തിലേക്ക് തെന്നി നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ശിഖർ എന്ന് വെച്ചാൽ കൊടുമുടി, ഖിസക്കിന് തെന്നുക. दादी कहती थी कि जेठ तक सूरज हर सुबह बालिश्त भर छलांग मारता है. ജ്യേഷ്ഠമാസം വരെ സൂര്യൻ ഓരോ പ്രഭാതത്തിലും ഒരു ചാൺ ദൂരത്തിൽ എടുത്തു ചാടുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുമായിരുന്നു. ജ്യേഷ്ഠമാസം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം മെയ് ജൂൺ മാസമായിട്ടാണ് വരുന്നത്. ഓക്കെ. ഫ്യൂംലി എന്ന് പറയുന്നത് പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന ഒരുതരം ചെടിയാണ്. ഖിൽന विडरुगा. पहाड़ी ढलानों पर खूबसूरती से कटे सीढ़ीनुमा खेतों में गेहूं की हरियाली के बीच सरसों की पीलाई पसर जाती है. ബാലിസ്ത് എന്ന് വെച്ചാൽ ഒരു ചാൺ നീളം, ചലാങ്ക് മാർന എടുത്തു ചാടുക. पंचांचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. പഞ്ചാഞ്ചൂലിയിൽ നിന്ന് ചൗഖംബ വരെ എത്താൻ സൂര്യൻ 4 മാസത്തെ സമയമെടുക്കുന്നുണ്ട്. पंचांचूली की 5 बर्फानी चोटियों और चौखंबा के 4 शिखरों के एन बीच में जो पहाड़ नजर आ रहा है वो नंदा पर्वत है. പഞ്ചാഞ്ചൂലിയുടെ മഞ്ഞു മൂടപ്പെട്ട 5 കൊടുമുടികൾക്കും ചൗഖംബായിലെ 4 കൊടുമുടികൾക്കും ഒത്ത നടുവിലായി കാണപ്പെടുന്ന പർവ്വതമാണ് നന്ദപർവ്വതം. ചോട്ടി എന്ന് വെച്ചാലും കൊടുമുടി എന്ന് തന്നെയാണ് അർത്ഥം. ഏൻ കൃത്യമായ, നസറാന കാണപ്പെടുക. सूरज पंचांचूली से खिसक कर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में फ्योली के पीले फूल खिलने लगते हैं. സൂര്യൻ പഞ്ചാഞ്ചൂലിയിൽ നിന്ന് തെന്നി നീങ്ങി നന്ദപർവ്വതം വരെ എത്തുമ്പോൾ പർവ്വതങ്ങളിൽ ഫ്യൂംലിയുടെ മഞ്ഞപ്പൂക്കൾ വിടരാൻ തുടങ്ങുന്നു. മലഞ്ചെരുവുകളിൽ സുന്ദരമായി മുറിച്ചെടുത്ത പടവുകൾ കണക്കെയുള്ള വയലുകളിൽ ഗോതമ്പിൻ്റെ പച്ചപ്പിനിടയ്ക്ക് കടുകുപൂക്കളുടെ മഞ്ഞ നിറം പടരുന്നു. ഢലാൻ എന്ന് വെച്ചാൽ ചെരുവ്, സീഠീനുമ തട്ടുതട്ടുകളായുള്ള, സർസോ കടുക്, പസർജാന വ്യാപിക്കുക. ബസന്ത് ബൗരാനെ ലഗ്താ ഹെ, വസന്തം ഉന്മത്തമാവാൻ തുടങ്ങിയിരിക്കുന്നു. ബൗരാന ഉന്മത്തനാകുക. ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹെ, വസന്തം ഫൂൽദേയി അഥവാ പുഷ്പദേവതയുടെ ഉത്സവവുമായി കടന്നു വരുന്നു. ത്യോഹാർ എന്ന് വെച്ചാൽ ഉത്സവം. ദേർ ഷാം തക്ക് ബച്ചെ ഫൂൽ ചുൻത്തെ ഹെ, സന്ധ്യ കഴിയുന്നതുവരെ കുട്ടികൾ പൂക്കൾ പെറുക്കുന്നു. ചുനുന പെറുക്കുക. इन फूलों को रिंगाल बांस की एक प्रजाति से बनी घास तरह की टोकरियों में रखा जाता है. ഈ പൂക്കളെല്ലാം മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകതരം കുട്ടകളിൽ വയ്ക്കുന്നു. റിംഗാൽ എന്ന് വെച്ചാൽ ഒരിനം മുളയാണ്. ടോക്കരി കുട്ട അഥവാ ബാസ്ക്കറ്റ്. टोकरियों को रात भर पानी से भरी गागरों के ऊपर रखा जाता है ताकि वे सुबह तक मुरझा न पाए. പ്രഭാതം വരെ പൂക്കൾ വാടാതിരിക്കാൻ ഈ കുട്ടകൾ രാത്രി മുഴുവനും വെള്ളം നിറച്ച കുടങ്ങളുടെ മുകളിൽ വയ്ക്കുന്നു. ഗാഗർ കുടം.
सुबह पाँव फटते ही बच्चों की डोलियां गाँव भर में घूमती है. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ കുട്ടികളുടെ സംഘം ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങുന്നു. പൗഫട്ടിന വെള്ള കീറുക, ഡോലി കൂട്ടം. पिछली शाम चुने गए फूल घरों की देहरियों पर सजाए जाते हैं. തലേ ദിവസം വൈകുന്നേരം പെറുക്കിയ പൂക്കൾ കൊണ്ട് വീടുകളുടെ വാതിൽപ്പടികൾ അലങ്കരിക്കുന്നു. ദേഹരി വാതിൽപ്പടി, സജാന അലങ്കരിക്കുക. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल, गुड़, दाल आदि देते हैं. ആരുടെ വീടുകളാണോ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് അവർ കുട്ടികൾക്ക് അരി, ശർക്കര, പരിപ്പ് മുതലായവ നൽകുന്നു. ഗുഡ് ശർക്കര, ദാൽ പരിപ്പ്. दक्षिणा में मिली ये सामग्री पूरे 21 दिन तक इकट्ठा की जाती है. ദക്ഷിണയായി ലഭിക്കുന്ന ഈ സാധനങ്ങൾ 21 ദിവസം വരെ ശേഖരിക്കുന്നു. ഇക്കട്ടാ കർണ ശേഖരിക്കുക. फूल देई की विदाई के साथ बसंत का ये उत्सव समाप्त हो जाता है. പുഷ്പദേവത വിട പറയുന്നതോടെ വസന്തോത്സവം സമാപിക്കുന്നു. अंतिम दिन इकट्ठी की गई सामग्री से सामूहिक भोज बनाया जाता है. ശേഖരിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് അവസാന ദിവസം സമൂഹ സദ്യ തയ്യാറാക്കുന്നു. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. ഈ പരിപാടിയിൽ മുതിർന്നവരുടെ പങ്ക് ഉപദേശം നൽകുന്നത് മാത്രമായി പരിമിതമാണ്. ആയോജൻ ഏർപ്പാട്, ഭൂമിക പങ്ക്, സലാഹ് ദേന ഉപദേശിക്കുക. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ ഹേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുട്ടികളാണ്. उत्तराखंड के हिमालयी अंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് ഫൂൽദേയി ഉത്സവത്തേക്കാൾ വലുതായി കുട്ടികളുടെ മറ്റൊരു ഉത്സവവുമില്ല. ഉധർ ബच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल डमाऊ की धाप पर चैती गीत गाते हैं. ഒരിടത്ത് കുട്ടികൾ ഫൂൽദേയി ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊരിടത്ത് മുതിർന്നവർ വലിയ വാദ്യമേളങ്ങളോടെ ചൈത്രമാസ പാട്ടുകൾ പാടുന്നു. ഢോൽ ഡമാവു ചെണ്ട പോലെയുള്ള ഒരു വാദ്യോപകരണമാണ്. ധാപ്പ് എന്ന് വെച്ചാൽ ശബ്ദം. ചൈത്തി ഒരു നാടൻ പാട്ട്. इन गीतों में पांडवों की हिमालय यात्रा के किस्से होते हैं और पहाड़ के वीरों की शौर्य गाथाएं भी शामिल होती है. ഈ പാട്ടുകളിൽ പാണ്ഡവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ചുള്ള കഥകളും പർവ്വതത്തിലെ വീരന്മാരുടെ വീരഗാഥകളും ഉൾപ്പെടുന്നു. കിസ്സ കഥ, शौर्यगाथा वीरचरितम. परंपरागत रूप से चैती गीत गाने वाले औजी जब गाँव में धमकते हैं तो वहाँ भीड़ जम जाती है. പരമ്പരാഗത രീതിയിൽ ചൈത്രഗീതം ആലപിക്കുന്ന ഔജികൾ ഗ്രാമത്തിലെത്തിച്ചേരുമ്പോൾ ആളുകൾ തടിച്ചുകൂടുന്നു. ബസന്ത് മേ സംഗീത കെ സുർ ഖുൽ ജാത്തെ ഹെ. വസന്തത്തിൽ സംഗീതധ്വനി ലയിച്ചു ചേരുന്നു. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है तब ऊंचे हिमालयी शिखरों पर बुरांस चढ़कने लगते हैं. വസന്തത്തിലെ മങ്ങിയ വെയിൽ ഉച്ചയാകുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ ബുറാംസ് പുഷ്പങ്ങൾ വിരിയാൻ തുടങ്ങുന്നു. ഗുൻഗുനി മങ്ങിയ, ധൂപ്പ് വെയിൽ, തപാന ജ്വലിക്കുക, ചടുക്കന പൊട്ടി വിരിയുക. बुरांस के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. ബുറാംസ് പൂക്കൾ മലനിരകളിൽ പ്രൗഢിയേറിയ ചുവപ്പ് നിറം പടർത്തുന്നു. ശാന്താർ ഉജ്ജ്വലമായ, ലാലിമ ചുവപ്പ്, ബിച്ചാദേന വിരിക്കുക. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौखंबा पर्वत की ओर बढ़ने लगता है. മകരസംക്രാന്തി മുതൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ നന്ദപർവ്വതത്തിൽ നിന്നും ചൗഖംബ പർവ്വതത്തിലേക്ക് മുന്നേറാൻ തുടങ്ങുന്നു. ഗംഗാ മേ പാനി കി ധാര തേസ് ഹോ ജാതി ഹെ. ഗംഗയിൽ ജലപ്രവാഹം ശക്തി പ്രാപിക്കുന്നു. ധാര ഒഴുക്ക്,
ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे പശുചാരക് വാപസ് ഘരോं को लौटने लगते हैं. തണുപ്പുകാലത്ത് മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയ ഇടയന്മാർ തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നു. ബർഫീല മഞ്ഞു നിറഞ്ഞ, പശുചാരക് കന്നുകാലിയെ വളർത്തുന്നവർ. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. മാസങ്ങളോളം വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലൂടെയും ഇടതൂർന്ന കാടുകളിലൂടെയും അപരിചിതമായ പാർപ്പിട കേന്ദ്രങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു നടന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷം ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. ചരാഗാഹ് മേച്ചിൽപ്പുറങ്ങൾ, അൻജാൻ അറിയാത്ത, ബസ്തി കോളനി, ഭടക്കന അലഞ്ഞു തിരിഞ്ഞു നടക്കുക. വേ ഗീത് ഗാത്തേ ഹേ, നാച്ചതേ ഹേ, അവർ പാട്ടുപാടുന്നു, നൃത്തം വയ്ക്കുന്നു. പശുചാരകോं के साथ उनकी भेड़ बकरियां, घोड़े खच्चर और कुत्ते भी होते हैं. ഇടയന്മാരോടൊപ്പം അവരുടെ ചെമ്മരിയാടുകൾ, ആടുകൾ, കുതിരകൾ, കോവർ കഴുതകൾ, നായ്ക്കൾ എന്നിവയും ഉണ്ടാകും. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. വഴിയിലുള്ള ഗ്രാമങ്ങളിൽ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും നടക്കാറുണ്ട്. लेन देन കൊടുക്കൽ വാങ്ങൽ. वे जानवरों के साथ साथ कीड़ा जड़ी, करण और चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियां भी बेचते हैं. അവർ മൃഗങ്ങളോടൊപ്പം കീടാജടി, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയത്തിലെ ദുർലഭമായ വേരുകളും ഔഷധങ്ങളും വിൽക്കാറുണ്ട്. ജഡ് വേര്. इन गांवों से इनका सदियों का रिश्ता है, इसीलिए उसी वक्त पूरी कीमत चुकाना ज़रूरी नहीं होता. ഈ ഗ്രാമങ്ങളുമായി ഇവർക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ മുഴുവൻ തുകയും കൊടുക്കേണ്ട ആവശ്യമില്ല. സദി നൂറ്റാണ്ട്, കീമത്ത് ചുകാന വില തീർത്തു കൊടുക്കുക. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त പുരാനി വസൂലി കി ജാത്തി ഹെ. മഞ്ഞുകാലത്ത് താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോൾ പഴയ കടം വീട്ടുന്നു. വസൂലി കർണ ഈടാക്കുക. മസേ കി ബാത് ഹെ കി നഗദ് ഉദ്ധാർ കെ ആങ്കടെ കഹി ദർജ് നഹി ഹോത്തെ. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രൊക്കം പണത്തിൻ്റെയോ കടത്തിൻ്റെയോ കണക്കുകളൊന്നും ആരും സൂക്ഷിക്കാറില്ല. നഗദ് രൊക്കം പണം, ഉദ്ധാർ കടം, ആങ്കട अंगसंख्या. आपसी विश्वास के दम पर वर्षों से यहाँ ये लेन देन चल रहा है. പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നു വരുന്നു. पशुचारकों की जत्थे जब गुजर जाते हैं तब गाँव की जड़ में बहती गंगा से सड़कर बनी സർപ്പീലി സടക്ക് पर हलचल बढ़ जाती है. ഇടയന്മാരുടെ സംഘം കടന്നു പോകുമ്പോൾ ഗ്രാമത്തിൻ്റെ മലയടിവാരത്തുകൂടി ഒഴുകുന്ന ഗംഗയോട് ചേർന്ന് നിർമ്മിച്ച സർപ്പാകൃതിയിലുള്ള, അതായത് വളഞ്ഞ പുളഞ്ഞ റോഡുകളിൽ ബഹളം വർദ്ധിക്കുന്നു. ജത്യ എന്ന് വെച്ചാൽ സംഘം, സഡ്കർ എന്ന് വെച്ചാൽ ചേർന്ന്. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി और यमुनोत्री की ओर आने वाले पैदल यात्री धामों के कपाट खुलने से काफ़ी पहले आने लग जाते हैं. ബദ്രീനാഥിലേക്കും കേദാർനാഥിലേക്കും ഗംഗോത്രിയിലേക്കും യമുനോത്രിയിലേക്കുമൊക്കെ വരുന്ന കാൽനട യാത്രക്കാർ ക്ഷേത്ര കവാടങ്ങൾ തുറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ വന്നു ചേരുന്നു. ധാം തീർത്ഥസ്ഥലം, കപാട് വാതിൽ. सुदूर दक्षिण से आने वाले महात्मा कई बार हमारे गाँव तक आ जाते हैं. വളരെ ദൂരെ തെക്കു നിന്നും വരുന്ന മഹാത്മാക്കൾ പലതവണ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാറുണ്ട്. उनके हाथ में एक तारा होता है और उसके संगीत पर वे भजन गाते हैं. അവരുടെ കൈകളിൽ ഒറ്റക്കമ്പി വാദ്യങ്ങളുണ്ടാകും. അതിൻ്റെ സംഗീതത്തോടൊപ്പം അവർ ഭജന പാടുന്നു. ഏക് താര ഒറ്റക്കമ്പി വാദ്യം. बद्रीनाथ और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं.
ബദ്രിനാഥിലെയും കേദാർനാഥിലെയും പ്രധാന പൂജാരിമാർ ഇന്നും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നത്. सूरज जब चौखंबा पर्वत के ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. സൂര്യൻ ചൗഖംബ പർവ്വതത്തിൻ്റെ കൃത്യം പിന്നിൽ ഉദിക്കാൻ തുടങ്ങുമ്പോൾ ജ്യേഷ്ഠമാസം തുടങ്ങുന്നു. പഹാഡ് കി സടക്കെ ഗാഡിയോ സെ ഭർ ജാത്തി ഹെ. പർവ്വതത്തിലെ വഴികൾ വാഹനങ്ങളാൽ നിറയുന്നു. अपने घर की छत से जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ तो भूल जाता हूँ कि महज 2 महीने पहले यह घाटी एकदम शांत थी. എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് ബദ്രീനാഥിലേക്കുള്ള യാത്രാവഴിയിലെ തിരക്ക് കാണുമ്പോൾ വെറും 2 മാസങ്ങൾക്ക് മുമ്പ് ഈ താഴ്വര തികച്ചും ശാന്തമായിരുന്നുവെന്ന കാര്യം ഞാൻ മറന്നു പോകാറുണ്ട്. മഹജ്, കേവലം, ഘാട്ടി, താഴ്വര. സദിയോ സെ യഹ് ഋതുചക്ര യൂं ही चलता आ रहा है. നൂറ്റാണ്ടുകളായി ഈ ഋതുചക്രം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഹിമാലയ अपनी जगह मौजूद है और सूरज मुस्तैदी से अपनी यात्रा कर रहा है. ഹിമാലയം തൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സൂര്യനാകട്ടെ വേഗതയോടെ തൻ്റെ യാത്ര തുടരുകയും ചെയ്യുന്നു. മൗജൂദ് ലഭ്യമായ, മുസ്തൈദി वेगता. पंचांजलि की 5 चोटियों की ओर से जब सूरज प्रकट होता है तब मेरे गांव में हाट कंबा देने वाली टंड पड़ती है. പഞ്ചാഞ്ജോലിയിലെ 5 കൊടുമുടികളിലേക്ക് സൂര്യൻ എത്തുമ്പോൾ എൻ്റെ ഗ്രാമത്തിൽ അസ്ഥികളെ പോലും വിറപ്പിക്കുന്ന കൊടും തണുപ്പ് തുടങ്ങുന്നു. ഹാട്ട്, അസ്ഥി. സൂരജ് ജബ് ചൗഖംബ കി ശിഖർ സെ ഉഗ്താ ഹെ തബ് ജേഠ കി ഗർമി ചരം പർ ഹോത്തി ഹെ. സൂര്യൻ ചൗഖംബായുടെ കൊടുമുടികളിൽ നിന്ന് ഉദിക്കുമ്പോൾ ജ്യേഷ്ഠമാസത്തിലെ ചൂട് പരമോന്നതിയിലെത്തുന്നു. इन दोनों पर्वतों के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बौराने का प्रतीक है. ഈ 2 പർവ്വതങ്ങളുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിന് സമീപത്തായി സൂര്യൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് എൻ്റെ ഗ്രാമത്തിൽ വസന്തം ഉന്മത്തമാകുന്നതിൻ്റെ അടയാളമാണ്. दादी कहती थी जब तक हिमालय रहेगा ഋതുവോं के बदलने का उल्लास बना रहेगा. ഹിമാലയം ഉള്ളിടത്തോളം കാലം ഋതുഭേദങ്ങളുടെ ഉല്ലാസവും നിലനിൽക്കുമെന്ന് മുത്തശ്ശി പറയുമായിരുന്നു. സോ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഗുഡ് ബൈ.